Hello everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മാനേജിംഗ് എത്തിക്സ് എന്ന യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വരുന്നത് കോഡ് ഓഫ് എത്തിക്സ് ആണ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ആണ്. അത് മോറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഡീസന്റ് ബിഹേവിയർ ഒക്കെ സാധ്യമാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോഡ് ഓഫ് എത്തിക്സിന്റെ ഒരു ധർമ്മമായിട്ട് വരുന്നത്. ഇൻഡിവിജ്വൽസിന്റെ ആസ്പെക്റ്റിൽ ഇൻഡിവിജ്വൽസ് കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ മൊറാലിറ്റി പേർപ്പസിലാണ്. അതുപോലെ കമ്പനീസ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവരുടെ ഓർഗനൈസേഷനകത്ത് കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി അവരുടെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെയൊക്കെ അവരുടെ ബിഹേവിയർ ഒക്കെ ഡയറക്റ്റ് ചെയ്യുക, ഗൈഡൻസ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസും കമ്പനീസും ഒക്കെ കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി കോഡ് ഓഫ് എത്തിക്സിനെ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് എ കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു കമ്പനീന്റെ ആത്മാവും ഹൃദയവുമാണ് കോഡ് ഓഫ് എത്തിക്സ് എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഒരു ഓർഗനൈസേഷനകത്ത്, കമ്പനീസിനകത്ത് കോഡ് ഓഫ് എത്തിക്സിന് വരുന്നത്. ദെൻ ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? കോഡ് ഓഫ് എത്തിക്സ് പോലെ തന്നെ ലൈക്ക് തിയററ്റിക്കലി നമ്മുടെ എത്തിക്സിനെ പ്രാക്ടിക്കലി ബിസിനസ്സിൽ, പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ അതിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. It helps the business organization to stand on the strong pillars of integrity, fairness and trust. ഓക്കെ, ഇനി എന്തിനാണ് ഈ കോഡ് ഓഫ് എത്തിക്സ് കാര്യങ്ങളൊക്കെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ആണുള്ളത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ടു ഡിഫൈൻ ദ ഫ്രെയിംവർക്ക് ഓഫ് അക്സെപ്റ്റബിൾ ബിഹേവിയർ, to follow high standards of practice, to create benchmarks for self-evaluation, to enhance the sense of communication, enhance the sense of community, to create transparency in business activities, to foster higher standards of business ethics, to comply with the government laws and norms. ഇത്തരത്തിൽ ഒരുപാട് റീസൺസ് വരുന്നുണ്ട്. ദെൻ നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത്തരം കോഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കെയർ ചെയ്യേണ്ട കുറച്ച് ഏരിയാസ്, ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ദ പർപ്പസ് ആൻഡ് വാല്യൂ ഓഫ് ദ ബിസിനസ് ആണ്. അതായത് ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ്, കമ്പനീന്റെ പ്രൊഡക്ട്സോ സർവീസസ്, പ്രൊഡക്ഷൻ, അത്തരം കാര്യങ്ങളെല്ലാം എന്താണ് കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം കോഡ് ഓഫ് എത്തിക്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, അത്തരം നമ്മുടെ ഓർഗനൈസേഷൻ ഇന്റഗ്രൽ പാർട്ടായിട്ട് വരുന്ന ഇത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടി ഒരു വ്യൂ, അവരെ കൂടി കണക്കിലെടുക്കണം നമ്മൾ കോഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഇംപ്ലിമെന്റേഷൻ പ്രോസസ്, ദാറ്റ് മീൻസ് ലൈക്ക് നമ്മളെ ഒരു കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമുക്ക് ആവശ്യ സാഹചര്യങ്ങളിൽ അവയർനെസ് ക്യാമ്പയിൻസും ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ വേണ്ടി വരുമ്പോൾ അതുകൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാവും ഇത് എന്താണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത്. ലൈക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കോഡ്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കോഡിന്റെ ഇംപ്രൂവ്മെന്റിനും ഇവാലുവേഷനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തന്നെയാണ്. സോ ഇത്തരം ഫീഡ്ബാക്കിന്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് ബോർഡ് മെമ്പേഴ്സിന് ഒരു ആനുവൽ റിപ്പോർട്ട്, അതായത് വർഷത്തിൽ ഒരു റിപ്പോർട്ടെങ്കിലും നൽകത്തക്ക രീതിയിൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ളതും കോഡ് ഓഫ് എത്തിക്സിന്റെ ഒരു അഫക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഇനി പറയാനുള്ളത് ഐഡിയൽസ് ഓർ വാല്യൂസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ കോഡ് ഓഫ് എത്തിക്സ്. ഒരു ഓർഗനൈസേഷന്റെ കോഡ് ഓഫ് എത്തിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏതെല്ലാം വാല്യൂസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുമ്പോൾ മെയിൻലി 4 വാല്യൂസ് ആണ് വരുന്നത്. ഇന്റഗ്രിറ്റി, യൂട്ടിലിറ്റി, ജസ്റ്റിസ് ആൻഡ് കോമ്പിറ്റൻസ്. ഈ 4 വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്നത് എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് എ കോഡ് ഓഫ് എത്തിക്സ്. ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ മെയിൻ കോമ്പോണൻസ് ആയിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ്. ഫസ്റ്റ് വരുന്നത് റെലവൻസി ആണ്. റെലവൻസി എന്ന് പറയുമ്പോൾ ലൈക്ക് എ ഗുഡ് കോഡ് ഓഫ് എത്തിക്സ് മസ്റ്റ് ഹാവ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ വെരി റെലവൻറ്റ് ടു ക്ലാരിഫൈ എംപ്ലോയീസ് ഡിസൈഡ് ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് എംപ്ലോയീസ് എത്തരത്തിലൊക്കെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്ലാരിഫിക്കേഷൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഓർഗനൈസേഷന്റെ കോർ വാല്യൂസ് എന്തൊക്കെയാന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സിന്റെ ഒക്കെ വിഷൻ, വാല്യൂസ് എന്താന്നൊക്കെ ഉള്ളതും അതുമായിട്ടൊക്കെ അലൈൻ ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത്.
നെക്സ്റ്റ് വരുന്ന കോമ്പണന്റ് കോർ വാല്യൂസ് ആണ്. കോർ വാല്യൂസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലൈക്ക് നമ്മൾ ഈ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിൽ വെറും അവരുടെ ആ ഒരു റൂൾ ബുക്സിലുള്ള ഡോക്യുമെന്റ്സിലുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ മറ്റു ഇഷ്യൂസിനെയും കൂടി റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ, ലൈക്ക് ലീഗൽ ആൻഡ് റെഗുലേറ്ററി മാറ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നുള്ളതാണ് കോർ വാല്യൂസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോമ്പണന്റ് വരുന്നത് പ്ലെയിൻ ലാംഗ്വേജ് ആണ്. കോഡ് ഓഫ് എത്തിക്സ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ഫോം ചെയ്യേണ്ടത്. അവരുടെ ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, എംപ്ലോയീസിനാണല്ലോ മെയിൻലി കോഡ് ഓഫ് എത്തിക്സ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ എംപ്ലോയീസിനൊക്കെ മനസ്സിലാവണം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വരുന്ന കോമ്പണന്റ് സ്പെസിഫിക് ഡയറക്ഷൻസ് ആണ്. ലൈക്ക് ചില സിറ്റുവേഷൻസിൽ, അതായത് നമ്മൾ അണത്തിക്കലി ബിഹേവ് ചെയ്യാൻ സാധ്യത വരുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അണത്തിക്കൽ ആവാൻ ഒരു ടെംപ്ടേഷൻ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ കോഡ് സ്പെസിഫിക് ഡയറക്ഷൻസ് കൊടുക്കുന്ന രീതിയിൽ ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ആ ഒരു അഫക്റ്റഡ് പേഴ്സൺസിന് സ്പെസിഫിക് ഡയറക്ഷൻസ്, അവരെ എത്തിക്കലി ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറക്ഷൻസ് നൽകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് കോമ്പണൻസിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് എത്തിക്സ് കമ്മിറ്റി. എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഒരു വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിസിപ്ലിൻസിനൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവും എത്തിക്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഓവർസീയിങ് ആൻഡ് എൻഷ്യൂറിങ് എത്തിക്കൽ ബിഹേവിയർ ഇൻ ഡെസിഷൻ മേക്കിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. എത്തിക്കൽ ബിഹേവിയർ ഒക്കെ അത് നോക്കിക്കാണുക, അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എത്തിക്സ് കമ്മിറ്റീന്റെ മെയിൻ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നത്. അവര് they develop, implement and enforce ethical policies, guidelines and procedures in the organization to promote integrity, transparency and accountability across the organization. ഓക്കെ, അത്തരത്തിൽ ഇന്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ഒക്കെ സാധ്യമാവുന്ന രീതിയിൽ ഇത്തരം കോഡ് ഓഫ് എത്തിക്സ് ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ടൈം ടു ടൈം ഇംപ്രൂവ് ചെയ്യുക, അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും എത്തിക്സ് കമ്മിറ്റീന്റെ പെർവ്യൂവിലാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കുമ്പോൾ പോളിസി ഡെവലപ്മെന്റ്സ്, ഗൈഡൻസ് ആൻഡ് കൺസൾട്ടേഷൻസ്, എംപ്ലോയീസിനും മാനേജ്മെന്റിനും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ വേണ്ട ഗൈഡൻസ് ആൻഡ് കൺസൾട്ടേഷൻ കൊടുക്കുക, എത്തിക്കൽ ഡെസിഷൻ മേക്കിംഗ് സാധ്യമാക്കുക, റിസ്ക് മാനേജ്മെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അണ്ടർടേക്ക് ചെയ്യുക, എഡ്യൂക്കേഷനും ട്രെയിനിങ് ഒക്കെ ആവശ്യമാവുന്ന സാഹചര്യങ്ങളിൽ നൽകുക, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റെസൊല്യൂഷൻ, കംപ്ലൈൻസും അലിഗേഷൻസ് ഒക്കെ അൺഎത്തിക്കൽ ബിഹേവിയറിനെതിരെ വരുന്ന ടൈമിൽ അത്തരം സാഹചര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻസും റെസൊല്യൂഷനൊക്കെ കൊണ്ടുവരിക, കംപ്ലയൻസ്, മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ്, ഇതെല്ലാമാണ് എത്തിക്സ് കമ്മിറ്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ലോസ് എൻഫോഴ്സിംഗ് എത്തിക്കൽ കോണ്ടക്ട്, അതായത് കുറച്ച് നിയമങ്ങളാണ്, കുറച്ച് ആക്ട്സുകളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ആക്ച്വലി ഒരു 6-7 ആക്ട്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ആക്ട്സ് എല്ലാം നമ്മൾ ഈ സെമസ്റ്ററിൽ തന്നെ എംകോമിൽ തന്നെ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്നുള്ള പേപ്പറിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. എനിവേ ഇവിടെ പ്രതിപാദിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫ്രെയിം വർക്ക് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. ഈ ആക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അത് എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇയറും കൂടി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആക്ച്വലി ഇത് പറയുമ്പോൾ തന്നെ ഓരോ ആക്ടിനും അതിന്റെ വർഷം കൂടി ചേർത്തിട്ടാണല്ലോ പറയാം. സോ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് വരുന്ന കോൺട്രാക്ട്സിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട്, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സർട്ടൻ ഫീച്ചേഴ്സ് പറയുമ്പോൾ there should be an offer by one party and acceptance by another party. അതുപോലെ തന്നെ പാർട്ടീസ് തമ്മിൽ ഒരു ഫ്രീ കൺസെന്റ് ഉണ്ടായിരിക്കണം. ദെൻ ഒരു ലോഫുൾ ആൻഡ് ഫെയർ കൺസിഡറേഷൻ ആണ് അവിടെ ഉണ്ടാവേണ്ടത്. കൺസിഡറേഷൻ ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടോ ഇമ്മോറൽ ആയിട്ടോ ഉള്ള കൺസിഡറേഷൻസ് ഒന്നും ആവരുത്. ലൈക്ക് ഒരു കോൺട്രാക്ട് ഇപ്പോൾ ഡ്രഗ്സ്, ആൽക്കഹോൾസ് ഒക്കെ എന്താണ് നിയമപരമല്ലാത്ത രീതിയിൽ സെയിൽ ചെയ്യാനോ പർച്ചേസ് ചെയ്യാനൊക്കെ ഒരു കോൺട്രാക്ട് ആവുമ്പോൾ അത് ഇല്ലീഗൽ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളല്ല കോൺട്രാക്ട് ആക്ടിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടീസ് കോൺട്രാക്റ്റിൽ കോമ്പിറ്റന്റ് ആയിരിക്കണം. ലൈക്ക് മൈനേഴ്സ് ആയിട്ടുള്ളവരായിട്ടുള്ള കോൺട്രാക്ട്സ്, അതുപോലെ എന്താണ് ഡ്രങ്കാർഡ്സ്, പിന്നെ എന്താണ് ബുദ്ധിസ്ഥിരതയില്ലാത്തവരൊക്കെ ആയിട്ടുള്ള കോൺട്രാക്ട്സ് ഒന്നും ലീഗലി വാലിഡ് ആവില്ല. അപ്പോൾ കോമ്പിറ്റന്റ് പേഴ്സൺ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ പ്രൊപ്പോസൽ ഷുഡ് ബി കംപ്ലീറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോൺട്രാക്ട് ആക്ടിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്.
ദെൻ നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. അത് പാർട്ട്ണർഷിപ്പ് ഫേംസിന്റെ കാര്യങ്ങൾ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നത്. ദെൻ തേർഡ് വൺ വരുന്നത് ഫാക്ടറീസ് ആക്ട് 1948 ആണ്. ഇത് ആക്ച്വലി ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ദാറ്റ് റെഗുലേറ്റ്സ് ദ വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ ഫാക്ടറീസ്. It sets standards for health, safety, welfare and working hours of workers. അത്തരം കാര്യങ്ങൾ ഫാക്ടറി വർക്കേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. ദെൻ ഫോർത്ത് വൺ വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്. ഇത് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഗ്രീവൻസസിനെയൊക്കെ എന്താണ് അഡ്രസ് ചെയ്യുക, അവരുടെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ആക്ട് ആണിത്. ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ ആക്ട് ജസ്റ്റ് ഒന്ന് പറയാം. മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ പ്രൊവൈഡ് സ്റ്റേബിൾ മെക്കാനിസം ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. അതായത് മെയിൻ രണ്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്ന് കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, രണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മെക്കാനിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ ഹസാർഡസ് ഗുഡ്സ് എന്നും സർവീസസ് എന്നൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടിക്ക് എന്താണ് പ്രൊട്ടക്ഷൻ നൽകുക. അതുപോലെ തന്നെ ക്വാളിറ്റി, പൊട്ടൻസി, ക്വാണ്ടിറ്റി, സ്റ്റാൻഡേർഡ്, പ്യൂരിറ്റി ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിന് കൊടുക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്ത റിഡ്രസൽ, നമുക്ക് ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെതിരെ റിഡ്രസൽ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിനെ എന്താണ് അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് നൽകുക. അതുപോലെ ലേ ഡൗൺ ദ പെനാൽറ്റീസ് ഫോർ ഒഫൻസ് കമ്മിറ്റഡ് അണ്ടർ ദ ആക്ട്. അത്തരത്തിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി കൺസ്യൂമർ റൈറ്റ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് അണ്ടറിൽ കൺസ്യൂമേഴ്സിന് ഒരുപാട് റൈറ്റ്സ് പറയുന്നുണ്ട്. മെയിൻലി right to be informed, right to get safety, right to be educated, right to safety, right to seek redressal, right to be compensated. അത്തരത്തിൽ ഒരുപാട്, ഇത് മാത്രമല്ല വേറെ ഒരുപാട് റൈറ്റ്സ് കൺസ്യൂമേഴ്സിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിൽ നൽകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലോ വരുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. കമ്പനീസ് ആക്ട് 1956 റീപ്ലേസ് ചെയ്തിട്ടാണ് കമ്പനീസ് ആക്ട് 2013 വന്നിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഇൻകോർപ്പറേഷൻ, ഫംഗ്ഷനിങ്, ഡിസൊല്യൂഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പനീസ് ആക്ട് 2013 പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് സിക്സ്ത് വൺ ആയിട്ട് വരുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. ഇത് മെയിൻലി എയിം ചെയ്യുന്നത് പ്രൊമോട്ടിംഗ് ഫെയർ കോമ്പറ്റീഷൻ ആൻഡ് പ്രിവെന്റിംഗ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ് ഇൻ ദ മാർക്കറ്റ് എന്നാണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒരു ഐഡിയ. ഓക്കെ, ദെൻ സെവൻത്ത് വൺ വരുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, EPA എന്ന് പറയും. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇംപ്രൂവിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഐഡിയ. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ ആക്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് അതോറിറ്റി നൽകുന്നത്. ലൈക്ക് ഇത്തരം റെഗുലേഷൻസ് ഒക്കെ എനാക്ട് ചെയ്യാനും, അതുപോലെ തന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ്, പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് റിഡക്ഷൻ ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അതായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് അതോറിറ്റി നൽകുന്ന ഒരു ആക്ട് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, ഇത് പ്രകാരം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നമ്മൾ 7 ലോസ് ആണ് ജസ്റ്റ് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതേ എംകോമിൽ തന്നെ മറ്റു പേപ്പറായിട്ടുള്ള ലീഗൽ ആസ്പെക്ട്സിൽ ഇത് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. സോ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്നുള്ളതും ബിസിനസ് കോഡ് ഓഫ് എത്തിക്സും, അതുപോലെ തന്നെ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ, എത്തിക്സ് കമ്മിറ്റിന്റെ ഫങ്ഷൻസ്, ദെൻ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ലോസ് എൻഫോഴ്സിങ് എത്തിക്കൽ കോണ്ടക്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.